ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് അഗുംബയിലാണ്. അഗുംബ എന്ന് പറയുമ്പോൾ കർണാടകയിലാണ്. ഇതൊരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് കൂടിയാണ്. നമ്മുടെ സമുദ്ര നിരപ്പിന് ഏകദേശം 2700 അടി മുകളിലാണ് അഗുംബയിൽ സ്ഥിതി ചെയ്യുന്നത്. ഒരു വില്ലേജാണ്. ഇതിനെപ്പറ്റി ആദ്യം ഞാൻ കേൾക്കുന്നത് RK നാരായൺ സാറിൻ്റെ മാൽഗുഡി ഡേയ്സ് ഷൂട്ട് ചെയ്ത് ഇവിടെയാണ്. അതിൻ്റെ മാതൃഭൂമിയിൽ റൈറ്റപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ സ്ഥലം കണ്ടുപിടിച്ച് വന്നത്. ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷൻ ഉടുപ്പിയാണ്. പക്ഷെ അന്ന് ഞാൻ മംഗലാപുരത്ത് നിന്ന് ബസ്സിൽ കയറി 102 കിലോമീറ്റർ ഉണ്ട് ഇങ്ങോട്ട്. പക്ഷേ എളുപ്പം ഉടുപ്പിയാണ്, 55 കിലോമീറ്റർ ഉള്ളൂ. എപ്പോഴും ബസ്സുണ്ട്. പിന്നെ വെസ്റ്റേൺ ഗട്ട്സ് കയറി വരുന്നതുകൊണ്ട് ഒരു 2.5 മണിക്കൂർ എടുക്കും 55 കിലോമീറ്റർ കവർ ചെയ്യാൻ വേണ്ടി. അതേപോലെ തന്നെ ഇവിടെ നിന്ന് ഇപ്പോൾ അവിടുന്ന് കയറുകയാണെങ്കിൽ ഷിമോഗ, ശൃംഗേരി പോകുന്ന ബസ്സുകൾ, ചിക്കമംഗളൂർക്ക് അഗുംബ വഴി പോകുന്ന ബസ്സും ഈ വഴി പോകുന്നത്. ഇവിടെ നിന്ന് 110 കിലോമീറ്ററാണ് ചിക്കമംഗളൂർ, 25 കിലോമീറ്റർ ശൃംഗേരി. പിന്നെ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരുപാട് വാട്ടർഫോൾസ് ഉണ്ട് ഇവിടെ. ഒരു ജെയിൻ ടെമ്പിൾ ഉണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമാണിത്. ഇത് വെസ്റ്റേൺ ഗട്ട്സ് മലകളും അതേപോലെ തന്നെ റെയിൻ ഫോറസ്റ്റും കൂടിയുള്ള സ്ഥലമാണ് അഗുംബ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കേരളത്തിൽ നിന്ന് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് പറയുകയാണെങ്കിൽ 525 കിലോമീറ്റർ ഏകദേശം വരും. അപ്പോൾ ഒന്ന് പ്ലാൻ ചെയ്താൽ ഒരു ഫാമിലി ആയിട്ട് വരിക, ഒറ്റയ്ക്ക് തന്നെ നമുക്കൊരു പീസ് ഓഫ് മൈൻഡ് കിട്ടുകയാണെങ്കിൽ, റൂമുകളാണെങ്കിൽ സിംഗിൾ റൂം 600 രൂപ കിട്ടും. നേരത്തെ ഇവിടെ വരുമ്പം മല്ലിയ റെസിഡൻസി ഉള്ളൂ. ഇപ്പോൾ അത് ഒന്നുകൂടി പുതുക്കിയിട്ടുണ്ട്. അഗുംബ ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ്. അവിടെ ഒരു ഹോട്ടലും അവർ ലീസിന് കൊടുത്തിട്ട് റെസ്റ്റോറൻ്റ് ഉണ്ട്. പിന്നെ വരുന്ന വഴി ഒരു പുതിയൊരു ഹോട്ടൽ ഗണേശ എന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അവിടെ ലോഡ്ജിങ് ഉണ്ട്. പിന്നെ 2-3 ഹോം സ്റ്റേകളുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഏകദേശം 92 കിലോമീറ്ററാണ് ഷിമോഗ. അതിനിടയിൽ തീർത്ഥരഹള്ളി എന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഹോം സ്റ്റേകളുണ്ട്. ഇപ്പോൾ നമ്മൾ രാവിലെ നമ്മൾ നടക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കാണുന്ന ഒരു ഫീലിംഗ് ആണ് ഇട്ടിരിക്കുന്നത്. 2 ഇട്ടിട്ടുണ്ട്. രാവിലത്തെ സൺറൈസും ഉണ്ട്, വൈകുന്നേരത്തെ സൺസെറ്റും ഉണ്ട്. കാരണം ഇവിടെ ഒരു സൺസെറ്റ് പോയിന്റ് ഉണ്ട്. അത് കാണാൻ ഈ ബസ് സ്റ്റാൻഡിന് അധികം ദൂരമില്ല. ഒരുപാട് ജനങ്ങൾ കൂടാറുണ്ട്. പിന്നെ അവിടെ ഒരു ബോട്ടിങ്, ചെറിയൊരു ലേക്ക് പോലെ ഉണ്ട്. പിന്നെ ഒരു ബുദ്ധൻ്റെ ഒരു അമ്പലമുണ്ട്. ജെയിൻ ടെമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞു. അങ്ങനെ ഒരുപാട് പുരാതനമായിട്ടുള്ള സ്ഥലങ്ങൾ ഈ ചുറ്റുപാടത്തായിട്ടുണ്ട്. പിന്നെ നമ്മളതേപോലെ തന്നെ ഷിമോഗയിൽ നിന്ന് പിന്നെയും കുറച്ചൊരു 135 കിലോമീറ്റർ പോയ ഹുബ്ലിയാണ്. അതൊരു ഷിമോഗയിൽ നിന്ന് 100 കിലോമീറ്റർ ഉള്ളിൽ 11-ാം നൂറ്റാണ്ടിലെയും 12-ാം നൂറ്റാണ്ടിലെയും ഓരോ അമ്പലങ്ങളുണ്ട്. അതിൻ്റെ വീഡിയോ പുറകെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഈ ഭംഗിയൊന്നും നോക്കി രാവിലത്തെ സമയമാണ് കാണുന്നത്. നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങൾ കാണാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഒരുപാട് ഡെവലപ്മെൻറ്റ് വന്നുണ്ട്. ഇവിടെ ഇപ്പോഴും ഡെവലപ്ഡ് ആയിട്ടുള്ള സാധാരണ സാധു ജനങ്ങൾ, പശുവും പട്ടിയും ഇതെല്ലാം തന്നെ അങ്ങോട്ടൊരു ഐക്യത്തിൽ കഴിയുന്നൊരു സ്ഥലവും കൂടിയാണ്. ഭക്ഷണം വലിയ എക്സ്പെൻസീവ് അല്ല. ഈ മല്ലയുടെ അവിടെ ഹോട്ടലിൽ കിട്ടുന്ന വെജിറ്റേറിയൻ മാത്രമേ ഉള്ളൂ. പക്ഷെ നീങ്ങി നോൺ വെജ് തൊട്ടപ്പുറത്ത് കിട്ടുന്നുണ്ട്. പിന്നെ ട്രക്കിങ്ങിന് പോകുന്നതിന് ട്രക്കിംഗ് പോകുന്ന സൗകര്യമുണ്ട്. ഇവിടെ പശു നോക്കി രാവിലെ ഒരു 6:15 കഴിഞ്ഞ് 6:00 സമയമാണ് കാണുന്നത്. സോറി. ഇപ്പോൾ ഓഗസ്റ്റ് മാസത്തിലേക്ക് നല്ല മഞ്ഞ ഇവിടെ ഉണ്ട്. പിന്നെ ഇതിൽ റൂം എന്ന് പറയുമ്പോൾ നമുക്ക് ട്രിപ്പിൾ റൂം ഉണ്ട്, 1200 രൂപ. അത് നമുക്ക് ഒരു എക്സ്ട്രാ ബെഡ് കൂടി ഉണ്ട്. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് അതൊരു സ്ലൈഡിങ് ഡോറുണ്ട്. അതിൽ കൂടി നമുക്ക് പുറത്തുനിന്നുള്ള കാഴ്ചകൾ കാണാനുള്ള സൗകര്യമുണ്ട്. അവിടെയും ട്രെയിനിങ്ങും ക്രിക്കറ്റ് കോച്ചിങ്ങൊക്കെ ഉണ്ട്. അതിൻ്റെയാണ് കുട്ടികൾ രാവിലെ ഓടുന്നത് കാണുന്നത്. വീടുകളാണെങ്കിൽ തന്നെ പഴയ ടൈപ്പ് വീടുകളാണ് ഭൂരിഭാഗം. 1-2 സ്ഥലത്ത് പുതിയ വീടുകളായിട്ടുണ്ട്. പിന്നെ അഗുംബയിൽ നമ്മളുടെ ഈ താമസിക്കുന്ന ഹോട്ടൽ മല്ലിയ റെസിഡൻസി എന്നാണെങ്കിൽ അവിടുന്ന് ഇടത്തോട്ട് പോകുന്ന റോഡ് നേരെ ഷിമോക്ക് പോകുന്നു. മുന്നോട്ട് പോകുന്നിട്ട് റൈറ്റിലോട്ട് പോകുന്ന നമ്മൾ ഉടുപ്പിക്ക് പോകുന്നു. ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ശൃംഗേരി, ചിക്കമംഗളൂർ. അപ്പോൾ കാം ആയിട്ടുള്ളൊരു സ്ഥലമാണ്. നമ്മൾ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു സ്ഥലം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും നമുക്ക് 2 ദിവസം കൂടി സ്പെൻഡ് ചെയ്യാവുന്നതാണ്. ഒരുപാട് വാട്ടർഫോൾസ് ഉണ്ട്. അതിൻ്റെ ഏറ്റവും പറയത്തക്കാണ് ജോഗിക്കണ്ട വാട്ടർഫോൾസ് ഉണ്ട്. പിന്നെ ഒരു കുറച്ചുകൂടെ പോയി ഏകദേശം ഒരു 10 കിലോമീറ്റർ കുതിരമുഖ്, അതേപോലെ തന്നെ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു കവാല ദുർഗ, റാണി ചെന്നമ്മയുടെ ഒരു കോട്ടയുണ്ട്. അത് കുറച്ച് ഭാഗങ്ങളെല്ലാം തകർന്നു പോയി. പക്ഷെ എന്നാലും അതിപ്പോഴും നമുക്ക് കാണാൻ പഴമയുടെ നിർമ്മിതിയെല്ലാം കാണാനുള്ള അവസരമുണ്ട്. അത് കാണേണ്ട ഒരു മോണുമെന്റ് തന്നെയാണത്.
പിന്നെ അതല്ല നമുക്ക് കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ എന്തായാലും വന്നത് ബദാമിയിൽ നിന്നാണ്. ബദാമി എന്ന് പറയുമ്പോൾ 403 കിലോമീറ്റർ ഉണ്ട്. ഞാൻ ബൈക്കിനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ബദാമിൽ തന്നെയാണെങ്കിലും ഒരുപാട് കാണാനുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഹംപി പ്ലാൻ ചെയ്യാം. അപ്പോൾ ഈ കർണാടകയിലെ ഒരുപാട് സ്ഥലങ്ങൾ ഈ ഏരിയയിൽ നമുക്ക് കാണാനുണ്ട്. അപ്പോൾ ഇതൊന്ന് മനസ്സിൽ വെക്കുക. അപ്പോൾ അങ്ങനെ ഭൂകമ്പയുടെ വിശേഷങ്ങൾ തീരുകയാണ്. ഇപ്പോൾ വൈകുന്നേരത്തെ സൂര്യാസ്തമയമാണ്. അപ്പോൾ പല സമയത്തും വന്ന് നിൽക്കുമ്പോഴൊന്നും നമ്മൾ ഉദ്ദേശിച്ച ഒരു സൂര്യാസ്തമയം കിട്ടാറില്ല. മഴയുടെ പ്രശ്നം. ഇത് കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ ഷിമോഗ അതുപോലെ തന്നെ ഉടുപ്പിയുടെ താഴെയുള്ള സ്ഥലങ്ങളൊക്കെ ഈ വെസ്റ്റ് ഘട്ട് കയറി വരാറുണ്ട്. അപ്പോൾ നമുക്ക് ഒരു പ്രത്യേക ഒരു പാലം അവരിങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. പാലം എന്ന് പറഞ്ഞാൽ 100 പേരെ ഹോൾഡ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉള്ളൂ അതിന്. എന്നാലും വളരെ നല്ലൊരു രീതിയിൽ തന്നെ അത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല വിസിബിലിറ്റി ഉണ്ട് അവിടെ നോക്കുമ്പോൾ. പിന്നെ അവരെ സംബന്ധിച്ചോളം അത് വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമാണത്. ഒരുപാട് ആൾക്കാർ, പ്രായഭേദമന്യേ ആൾക്കാർ വരാറുണ്ട് പല പല ഗ്രാമത്തിൽ നിന്ന്. തീർത്ഥഹള്ളി, ഷിമോഗ പോകുന്ന വഴിയുള്ള ഗ്രാമങ്ങൾ. അപ്പോൾ ഇത് ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അകുംബയിൽ നേരത്തെ ഞാൻ പറഞ്ഞത് അകുംബയിൽ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴക്കാടുകളാണ്. കർണാടകയിൽ എവിടെ പാമ്പിനെ പിടിച്ചാലും കൊണ്ടേ ഉപേക്ഷിക്കുന്ന സ്ഥലം, RK നാരായണൻ സാറിൻ്റെ മാൽഗുഡീസ് ഷൂട്ട് ചെയ്ത സ്ഥലം. നമ്മൾ എങ്ങനെ എത്തുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടുപ്പിയിൽ നിന്ന് 55 കിലോമീറ്റർ ഉള്ളൂ ബൈ ബസ്. ഷിമോഗയിൽ നിന്ന് തിരിച്ചു വന്നവർക്ക് ചിക്കമംഗളൂരിൽ നിന്ന് ആൾക്കാർക്ക് ഈ വഴി കയറി പോവാം. ഒരു ദിവസം ഉറപ്പായിട്ട് താമസിക്കേണ്ട ഒരു സ്ഥലമാണ്. ഒരു വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ അന്ന് രാത്രി, പിറ്റേ ദിവസം പകലും, അതിൻ്റെ പിറ്റേ ദിവസം രാവിലെ സ്പെൻഡ് ചെയ്യാം. ഒരു ജെയിൻ ടെമ്പിളുണ്ട്, കവാല ദുർഗ എന്ന് പറഞ്ഞ ഒരു കോട്ടയുണ്ട്, പിന്നെ 2 വെള്ളച്ചാട്ടങ്ങളുണ്ട്, ജോഗ് ഫോൾസ് ഒക്കെ അതിനകത്ത് വരും. 2 അമ്പലങ്ങളുണ്ട്, പഴയ അമ്പലങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം കാണേണ്ട ഒരു സ്ഥലമാണ്. ഇവിടുന്ന് ധർമ്മസ്ഥലം വരെ പോകാം, ശൃംഗേരി പോവാം. ആകുമ്പോൾ ശൃംഗേരി 25 കിലോമീറ്റർ ഉള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ദിവസം വരിക, താമസിക്കുക, അകുമ്പ അറിയുക.